ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. വ്യാസ ഉൽപ്പത്തി. എങ്കിലോ മുന്നം ചേതി രാജ്യത്തിലൊരു നിർവൻ മംഗലനായ വസുവുണ്ടായാൻ. അവൻ നന്നായി ഇന്ദ്രനെ സേവിക്കയാൽ കൊടുത്തു വരങ്ങളും ഇന്ദ്രൻ മാലയും ഒരു വൈഷ്ണവമായ ദണ്ഡും ആകാശേ നടപ്പതിനായൊരു വിമാനവും ലോകവൃത്താന്തമെല്ലാം അറിവാൻ വിജ്ഞാനവും ഒക്കവേ കൊടുക്കയാൽ എത്രയും പ്രസിദ്ധനായി വിഖ്യാത കീർത്തിയോടും രക്ഷിക്കും കാലത്തിങ്കൽ ഉപരിചരനെന്ന നാമവും ഉണ്ടായി വന്നിതുപരിഭാഗത്തിങ്കൽ ചരിക്കായി വന്ന മൂലം വാസവഭക്തനായോരുപരിചരൻ വസുവാസവസമനായി വാഴുന്ന കാലത്തിങ്കൽ ഉണ്ടായി ബൃഹദ്ഭൃതൻ പ്രത്യഗ്രൻ കുശാംബനും വിണ്ടലർക്കാലനായ മാവേല്ലൻ യദുദാനും തനയന്മാർ 5 ബാലന്മാരുണ്ടായതിൽ മണിവാഹനനെന്നും ചൊല്ലുപോർ കുശാംബനെ. അവരെയോരോ നാട്ടിൽ വാഴിച്ചാൻ ഐവരെയും അവിടെ ബൃഹദ്രഥൻ മാഗധ രാജാവായാൻ. അക്കാലം ചേതി രാജ്യം തന്നെ അരികത്തു ചൊൽക്കൊണ്ട ശുക്തിമതിയാകിയ നദി തന്നെ കാമിച്ചു കോലാഹലനാകിയ ഗിരിവരൻ പ്രേമത്തോടവളെ ചെന്നാശ്ലേഷം ചെയ്താനവൻ. വേഗത്തിലൊഴുകുന്ന വാഹിനിക്കതു നേരം പോകരുതാതെ വന്നു പർവ്വതം തടുക്കയാൽ വെള്ളവും മേൽക്കോട്ടേക്ക് പൊങ്ങി എന്നാട്ടിലെല്ലാം ഉള്ളവരല്ലൽ കൈക്കൊണ്ട ന്യായം ചൊൽകയാലേ. മന്നവൻ വസുതാനും അന്നേരം അതു കണ്ടു ചെന്നൊന്നു ചവിട്ടിനാൻ പർവ്വതവരൻ തന്നെ. പൊടിഞ്ഞു ഗിരിവരൻ നടന്നു നദിതാനുമടങ്ങി തന്നിലാശു തെളിഞ്ഞു ജനങ്ങളും. പൃഥിവീധരൻ തൻ നദി തന്നിൽ ഉൽപ്പാദിച്ചിട്ടധിക ഗുണത്തോടു 2 പൈതങ്ങളുണ്ടായി. ഒന്നൊരു പുമാനതിൽ മറ്റേതു കന്യകയും മന്നവൻ തനിക്കു നൽകിയിടിനാൾ നദിതാനും. പുരുഷൻ തന്നെ സേനാപതിയായി വച്ചാനവൻ തരുണീമണി തന്നെ പത്നിയും ആക്കി വച്ചാൻ. ഗിരിക ഗിരിക എന്നു തന്നെ പേരവൾക്കാകുന്നതും പെരികെ മനോഹരി എന്നതേ പറയാവൂ. അവളുമൊരു ദിന മൃദുധർമ്മത്തെ